കേരള, BRC ബേക്കൽ, GHSS രാവണേശ്വരം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇവിടെ ഇന്നോവേറ്റീവ് സ്കൂൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കിയ ഒരു ഇന്നോവേറ്റീവ് പരിപാടിയെ കുറിച്ചാണ് അറിയിക്കുന്നത്. അതിന് ഞങ്ങൾ പേര് നൽകിയിരിക്കുന്നത് ഇ ലേണിംഗ്. അതിന്റെ പേര് നമ്മൾ പുനർനാമകരണം ചെയ്തിട്ട് ഇ ലേണിംഗ് ത്രൂ കോ ലേണിംഗ് എന്ന് നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് ഇടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ക്രിയാത്മക ചിന്ത, നൂതന ആശയങ്ങൾ, ഇന്നോവേഷൻസ്, മൊബൈൽ ടെക്നോളജി, അതേപോലെ കമ്പ്യൂട്ടർ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കിടയിൽ ഹൈസ്കൂളിൽ നിന്ന് അങ്ങോട്ട് കടന്നു വരുമ്പോഴേക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് നേരിടുന്നതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റി. 10ാം ക്ലാസ് വരെ അവർ IT പഠനം നടത്തിയിട്ടുണ്ട്. 11ഉം 12ഉം ആകുമ്പോഴേക്കും അവർക്ക് ആ ഒരു വിടവ് ഉണ്ട്. അപ്പൊ അത് നികത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി IT സാങ്കേതിക വിദ്യ കുട്ടികൾ തന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ടഡ് ആയിട്ടുള്ള കുറെ കുട്ടികളെ, കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് വരുന്ന കുട്ടികൾ തന്നെ, അവരുടെ കയ്യിൽ നിന്നുള്ള കുട്ടികൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നു. അതില് ഡിസൈനിങ്, അനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെയുള്ള പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്, അവരെ റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ട്. ഇത് കുട്ടികൾ തന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോ ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് കൂടി സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് നമ്മൾ സമയം കണ്ടെത്തിയിരിക്കുന്നത് ഫ്രൈഡേ ഉച്ച സമയത്ത് ഏകദേശം 2 മണിക്കൂർ സമയം കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്താണ് കുട്ടികൾക്ക് ഈ ഒരു പരിപാടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. കൂടാതെ ഈവനിങ് ടൈമിൽ ചില വിഷയങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് ഈവനിങ് ടൈമിൽ ഞങ്ങൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഇവര് ഇത്തരത്തിൽ ഉള്ള മൊബൈൽ ടെക്നോളജി, അതേപോലെ IT സാങ്കേതിക വിദ്യയും അവരുടെ ഫാമിലിയിലേക്ക് കൂടി എത്തിച്ചിട്ട് അവരുടെ രക്ഷിതാക്കൾക്ക് കൂടി ഇതിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഈ ടെക്നോളജി ഉപയോഗിക്കും, ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പേയ്മെന്റ് നടത്താം, എങ്ങനെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് നടത്താം, എങ്ങനെ അവർ ഡെയിലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കുട്ടികൾ തന്നെ അവരുടെ പാരന്റ്സിന് പറഞ്ഞു കൊടുത്ത് ഒരു ബോധം ഉണ്ടാക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇതിനോട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ വിവര സാങ്കേതിക വിദ്യയിൽ ഫാമിലിയിലുള്ള രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ നടപ്പിലാക്കുന്നത്. പിന്നെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കുട്ടികൾ തന്നെ ഒരു ഹ്രസ്വ ചിത്രം, ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിം അവർ തന്നെ ഷൂട്ട് ചെയ്ത് അവർ തന്നെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിമാണ്. അപ്പൊ അത് NSS സ്കൂളിലെ NSS യൂണിറ്റിന്റെ കൂടി സഹകരണത്തോടു കൂടി അതിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് ആയി പിന്നെ സ്കൂളിന്റെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് സ്പോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ വിശദ വിവരങ്ങൾ അറിയുന്ന ഒരു ബ്ലോഗ് സ്പോട്ട്. അപ്പൊ അതിൽ നിന്ന് അതും കുട്ടികൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തതും എഡിറ്റ് ചെയ്യുന്നതും അപ്ഡേഷനൊക്കെ നടത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുൻപിലുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രശ്ന പരിഹാരത്തിനാണ് ഞങ്ങൾ ഇന്നോവേറ്റീവ് പ്രോഗ്രാം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി വിഭാഗം 1ാം വർഷ കുട്ടികളിൽ നിന്നും താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി പഠിക്കേണ്ട മേഖലകൾ കണ്ടെത്തി, ഇതിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള കുട്ടികളെ കണ്ടെത്തി ആവശ്യമായ മൊഡ്യൂൾ തയ്യാറാക്കി ആ മൊഡ്യൂൾ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസ് എടുക്കുക. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ച് അത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നത് കൂടിയാണ്. പഠന രീതി, പഠന മേഖല കണ്ടെത്തി ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്ന രീതിയിലാണ് പ്രൊജക്ട് തയ്യാറാക്കിയത്. ഒരേ ക്ലാസ്സിലുള്ള കുട്ടികൾ പരസ്പരം അറിവ് കൈമാറ്റം ചെയ്യുമ്പോൾ ആത്മവിശ്വാസം കൂടുകയും കുട്ടികൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, പിന്നെ സാമ്പത്തിക ചെലവുണ്ടായിരുന്നത് അതിപ്പോ തൽക്കാലം PTA വഹിച്ചിട്ടുണ്ട്. അത് ചെറിയ റിഫ്രഷ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഈ ലേണിംഗ് സാധ്യമാക്കണം എന്നതാണ് നമ്മുടെ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. വളരെ ഭാവിയിൽ ChatGPT പോലെയുള്ള, നേരത്തെ സൂചിപ്പിച്ച പോലെ ChatGPTയും കൂടി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് പഠന മേഖലയിൽ അവർക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നത് കൂടിയാണ് ഞങ്ങളുടെ ലക്ഷ്യം.
ഓക്കെ, താങ്ക് യു സർ. എന്തെങ്കിലും ചോദ്യങ്ങൾ